തുടക്കത്തിൽ നല്ല തെളിച്ചുണ്ടായിരുന്നു. ഇതാണ് സ്ഥലം. ആശാനെ, മോയാശാനെ. ആ എന്താ സാറന്മാരെ രണ്ടാളും കൂടിയിട്ട് ഞാൻ വണ്ടിക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു. ഈ സാധനം കൊണ്ടാണോ വണ്ടി പണിയുന്നത്? അല്ല, അവർ ഈ ചുറ്റിക വെച്ച് തട്ടിയാ പൊളിഞ്ഞു ചാടും. പഴയ തകരല്ലേ, അപ്പൊ ഇതുകൊണ്ട് മെല്ലെ അങ്ങനെ ഒന്ന് തോണ്ടി കൊടുക്കുക. ടൈം ടേബിൾ എടുക്കും. ടൈം ടേബിൾ ഡൈനിങ് ടേബിൾ ഇവിടെ ഇല്ല, അത് വീട്ടിലാണ്. ഡൈനിങ് ടേബിൾ അല്ല, ടൈം ടേബിൾ എടുക്കാൻ. ഡൈനിങ് ടേബിളോ? ഇനി എന്തത് പള്ളിക്കൂടപ്പത്? ഡ്രൈവിംഗ് സ്കൂൾ നടത്തണമെങ്കിലേ പഠിപ്പിക്കുന്ന സമയം ബോർഡ് എഴുതി തൂക്കണം എന്ന്. സുഗതൻ സാർ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ഇയാൾക്ക് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ? ഈ വണ്ടി അല്ലാണ്ട് പിന്നെ വേറെ ഏത് വണ്ടിയാണ്? 10-25 വർഷമായിട്ട് ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കണ ഈ വണ്ടിയിലല്ലേ. ഒരു ബാച്ചിൽ എത്ര പേരെ പഠിപ്പിക്കാറുണ്ട്? അത് പറത്തോണ്ട് കുതിർത്തോണ്ട് ഒരു 10-40 കുട്ടികൾ എന്തായാലും ഉണ്ടാവും. ഒരു ബാച്ചിൽ 16 പേര് കൂടുതൽ പാടില്ല എന്നറിയാമോ? ഇവിടെ ക്ലാസ് എടുക്കുന്ന സ്ഥലം? അധ്യാപകരൊക്കെ എവിടെ? അവരെ യോഗ്യതയൊക്കെ എന്താ? എന്ത് യോഗ്യതയാണ് സാറേ? വേറെ യോഗ്യത ഒന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ആദ്യം പണിക്കൊക്കെ ഇറങ്ങണത്. ഇന്നിപ്പോ പഠിപ്പിക്കാൻ സ്കൂളും ക്ലാസ്സൊന്നും ഇപ്പൊ ഇന്നില്ല. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം, എൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊച്ചു വർത്താനം പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ക്ലാസ്. കമ്പ്യൂട്ടറൈസ്ഡ് ലെക്ചർ ഹാൾ ഇല്ല ഇവിടെ. നിങ്ങളുടെ ഈ വാഹനം സുരക്ഷിതമായ സ്ഥലത്താണോ പാർക്ക് ചെയ്യുന്നത്? ഈ വണ്ടിയോ? അതെ, അതായത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. എന്താ സാറേ, ഈ വണ്ടി എവിടെ കൊണ്ടുപോയെടുത്താലും ആരും എടുത്തുകൊണ്ട് പോകാനാണ് ഈ 10-25 മാസം പഴക്കമുള്ള വണ്ടി. ഞാൻ അതന്നല്ലേ ഇനി എടുത്ത് കൊണ്ടുപോകാൻ നോക്കിയാൽ എന്നെ ഇവിടുന്ന് സ്റ്റാർട്ടാവണ്. ഞാൻ തന്നെ കാരണം ഇത് സ്റ്റാർട്ടാവണ വെച്ചാ. ഇവിടെ ഡെമോൺസ്ട്രേഷൻ ഹാളുണ്ടോ? ഡെമോൺസ്ട്രേഷൻ ഹാളുണ്ടോ? ഡെക്കറേഷനൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. എന്തിനിപ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്ന ഇവിടെ കല്യാണം ഉണ്ടോ? ഡെമോൺസ്ട്രേഷൻ ഹാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ വാഹനത്തിന്റെ എഞ്ചിൻ, ഗിയർ ബോക്സ് ഇതെല്ലാം പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അതെവിടെ? എന്തിനാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്? അതൊക്കെ ഈ വണ്ടിയുടെ ഉള്ളിലുള്ള സാധനങ്ങളല്ലേ. മാസം എന്തായാലും ഒരു 4-5 പണി എൻ്റെ വണ്ടിക്ക് വരാറുണ്ട്. കുട്ടികളൊക്കെ അത് നോക്കി പഠിക്കും. അതിനിപ്പോൾ വേറെ അയച്ച് വെച്ച് കാണിച്ചു കൊടുക്കണം എന്തിനാണ്? സുഗത, 10/2014 ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയ ഉത്തരവ് ഇയാൾ പാലിച്ചിട്ടില്ല. ഇല്ല സർ. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 24-ാം വകുപ്പിലെ 3-ാം ഭാഗത്തിലെ നിർദ്ദേശങ്ങൾ ഇയാൾ അനുസരിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ ഈ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കണമെന്ന് ഞാൻ രേഖാമൂലം അറിയിച്ചിരുന്നു സർ. രേഖാമൂലം അറിയിച്ചതിന് എത്ര കിട്ടി? ഞാൻ കൈക്കൂലി മേടിക്കാറില്ല സർ. വാങ്ങണ്ട. സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? മറ്റുള്ളവർ മേടിക്കുന്നുണ്ടല്ലോ സാർ. ഇവരെ പോലുള്ള കുറേ ഏജന്റുമാർ, നിങ്ങളെ പോലുള്ള കുറേ ഉദ്യോഗസ്ഥരും ചേർന്ന് കുറേ അവന്മാർക്ക് ലൈസൻസ് കൊടുത്തു. ഇവന്മാർ റോഡിൽ ഇറങ്ങി സകല അപകടങ്ങളും ഉണ്ടാക്കുന്നത്. ഇതിനെതിരെ ഞാൻ നടപടിയെടുക്കും. സാറേ നിങ്ങൾ എൻ്റെ ഈ മോന്തായ മുക്കൊന്ന് നോക്കി. എന്താ എൻ്റെ ഈ മോന്തായ എവിടെയെങ്കിലും കണ്ടായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എനിക്ക് ഓർമ്മയൊന്നുമില്ല. 10-25 കൊല്ലം മുമ്പ് ഞാൻ ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അന്ന് നിങ്ങളൊരു ഓഫീസിൽ ക്ലർക്കാണ്. അന്ന് ആദ്യമായിട്ട് 10 ഉറുപ്യ കൈക്കൂലി കൈനീട്ടായിട്ട് തന്ന ഈ ഞാനാണ്. അത് പിന്നെ അന്ന് 10 രൂപയ്ക്ക് അതിൻ്റെ വില ഉണ്ടായിരുന്നു. 10 ഉറുപ്യക്ക് വില കൂടുന്ന പോലെ തന്നെ ഇപ്പം നിങ്ങളുടെ സ്വഭാവത്തിന് വില വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ സാധന സാമഗ്രികളൊന്നും ഉണ്ടാക്കി കൂട്ടിയിട്ട് ഈ സ്കൂൾ കൊണ്ടു നടത്താൻ പറ്റില്ല. സാറുള്ള കാര്യം പറയാലോ. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് നടപടി എടുക്കാം. ആയിക്കോട്ടെ, നിങ്ങൾ ആ നടപടി എടുക്കാനായിട്ട് മുമ്പ് നിങ്ങൾക്ക് എന്ത് നടപടിയാണ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അത് ഞാൻ അങ്ങോട്ട് മാസം ചെയ്താൽ പോരെ. ഇതൊക്കെ ഉണ്ടാക്കണ നേരം പിന്നെ ഇപ്പം ഇതിവിടെ ഡെക്കറേഷൻ ചെയ്തുള്ള കായ് കളയാനായിട്ട് നല്ലേ. നിങ്ങൾ അത് പറയും. നിങ്ങൾക്ക് എന്താണ് മാസം ഞാൻ എത്തിക്കേണ്ടത് വെച്ചാൽ അത് പറയും. അല്ല, ഈ എത്തിക്കാന്നൊക്കെ പറയുമ്പോ എത്തിക്കഴിഞ്ഞേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വേണ്ട, നിങ്ങളിപ്പോൾ കയ്യോടെ തന്നെ എൻ്റെ കയ്യിലുള്ളത് ഇപ്പം നിങ്ങൾ കൊണ്ടുപോയിക്കോളാം. പിന്നെ ഞങ്ങൾക്ക് തോന്നുമ്പോൾ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ വന്നാൽ അതിനനുസരിച്ചിൻ്റെ ഉള്ളത് ഞാൻ തരും. ഇത് ഞാൻ വാങ്ങത്തില്ല. എന്നാ പിന്നെ ആരാ വാങ്ങുക? അല്ല സാർ, ഞാൻ നേരിട്ട് ഇതുവരെ വാങ്ങി ശീലിച്ചിട്ടില്ല. എന്നാ പിന്നെ പോട്ടെ സാറേ, നിങ്ങൾക്ക് സൗകര്യമുള്ള സാറേ ഇങ്ങനെയാ ഓരോന്ന് ശീലിക്കുന്നത്. മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണം കേട്ടോ. മനസ്സിലാവുന്നതൊക്കെ മേടിക്കാം. നിങ്ങൾ പറഞ്ഞൊന്നും പൊരുത്തം കിട്ടിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മേളിൽ വേറെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മറ്റൊന്നതൊക്കെ മേടിച്ചു. ആയിക്കോട്ടെ. വണ്ടി കഴിയൊന്നും സാറേ എന്റെ ലൈസൻസ് ശരിയായോ? നിന്റെ ലൈസൻസോ? ആ ഓഫീസിൽ ഇരിക്കുന്ന പാവങ്ങൾക്ക് 10-100 കൊടുത്ത് മേടിക്കാൻ നോക്കടാ.